പ്രാദേശിക ചാനലുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി യോഗം കൊച്ചിയിലെ COA ഭവനിൽ ചേർന്നു. യോഗത്തിൽ 100ഓളം ചാനൽ പ്രതിനിധികൾ പങ്കെടുത്തു. വർത്തമാനകാലത്ത് ബദൽ മാധ്യമ സാധ്യതയാണ് പ്രാദേശിക മാധ്യമ കൂട്ടായ്മയെന്ന് COA സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ പറഞ്ഞു. പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു കൊച്ചിയിൽ ചേർന്ന ചാനൽ കോർഡിനേഷൻ മീറ്റിംഗ്. പ്രാദേശിക ചാനലുകളുടെ നിലനിൽപ്പ് തന്നെ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം ചാനൽ പ്രതിനിധികളാണ് പങ്കെടുത്തത്. പ്രാദേശിക ചാനലുകളുടെ നിലനിൽപ്പിനായി പരിശ്രമിക്കുന്ന ഏക MSO കേരള വിഷനാണെന്ന് COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് പറഞ്ഞു. നമ്മുടേതെന്ന് പറയുന്ന ഒരു വ്യവസായത്തിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഇന്ന് രാജ്യത്ത് തന്നെ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. ഇതേ അവസ്ഥ തന്നെ പ്രാദേശിക ചാനലുകളുടെ മനോഭാവത്തിലും ഉണ്ടാകണം മാറ്റം. ഇനി ഒറ്റയ്ക്ക് നിന്ന് പോകാൻ കഴിയില്ല. നമ്മളെന്ന് പറഞ്ഞ ഒരുപക്ഷെ രാജ്യത്ത് ഈ പ്രാദേശിക ചാനലുകൾ വേണം എന്ന് ശഠിക്കുന്ന, അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന ഒരേ ഒരു MSO ഉള്ളൂ. അത് കേരള വിഷൻ മാത്രമാണ്. COAയുടെയും കേരള വിഷന്റെയും പോരാട്ട വഴികളിൽ ഏറ്റവും വലിയ സഹായം പ്രാദേശിക ചാനലുകളുടെ പ്രവർത്തനമായിരുന്നുവെന്ന് പറഞ്ഞ COA സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ, പ്രാദേശിക ചാനലുകളുടെ വ്യക്തിത്വം നിലനിർത്തുന്നതിനുള്ള ശ്രമമാണ് ഇക്കാലത്ത് ആവശ്യമെന്നും അതിനായി ഒറ്റക്കെട്ടായ പ്രവർത്തനം വേണമെന്നും ഓർമ്മിപ്പിച്ചു. പ്രാദേശികമായി വാർത്തകൾ ചാനലുകൾ നടത്തുമ്പോൾ വലിയ മുഖ്യധാര ചാനലുകളോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മൾ വളരുന്നു, വാർത്തകൾ നൽകുന്നു. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കേരളത്തിലെ വലിയ കോളിളക്കമുണ്ടാക്കിയ പല വാർത്തകളും നമ്മളുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുള്ളവയാണ്. പക്ഷെ അതിന്റെ ഒന്നും പേരും പെരുമയും നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഇപ്പോൾ നമ്മളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ക്യാമറകൾ താഴെ വയ്ക്കണം, നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡുകൾ കൂടി മാറ്റിവെക്കണം, ചാനലുകൾ നടത്താനുള്ള അർഹത നിങ്ങൾക്കില്ല, വാർത്തകൾ സമൂഹത്തെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല, അതുകൊണ്ട് പ്രാദേശിക ചാനലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു, അത് നാളെ നിരോധനമായി മാറുവാൻ പോകും. നമ്മളെ സംബന്ധിച്ച് 78ഓളം വാർത്താ ചാനലുകളും വാർത്തയും വാർത്താധിഷ്ഠിതവുമായ എന്റർടൈൻമെന്റ് ചാനലടക്കം 100 ചില്ലുവാനും ചാനലടക്കം നമ്മളെ സംബന്ധിച്ചാണ് ഈ പ്രശ്നം ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പു പറയുന്നു, ഇതിനെ നേരിടാൻ ഈ ഒരു നയത്തിനെതിരെ ഏതറ്റം വരെയും പോകാൻ സംഘടന തയ്യാറാണ്. സിഡ്കോ ചെയർമാൻ K. വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. COA ജനറൽ സെക്രട്ടറി PB സുരേഷ് മുഖ്യാതിഥിയായി. ചാനൽ കോർഡിനേഷൻ കൺവീനറും കേരള വിഷൻ MDയുമായ പ്രജേഷ് ആച്ചാണ്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഷുക്കൂർ കോളിക്കര യോഗത്തിൽ നന്ദി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.